കുഞ്ഞു വയറ്റിൽ തന്നെ മരിച്ചു കിടക്കുകയായിരുന്നെന്ന് വൈദ്യശാസ്ത്രത്തിന് പോലും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. സാരമില്ല മോനെ, എല്ലാം വിധിയാണെന്ന് വിചാരിച്ചാൽ മതി. ഭാഗ്യത്തിന് ശോഭയ്ക്കൊന്നും സംഭവിച്ചില്ലല്ലോ. ശോഭയ്ക്കും സംഭവിച്ചു. ഒന്ന് നിർത്തുന്നുട്ടാ. ആര് പറഞ്ഞു ശോഭ മരിച്ചു പോയിന്ന്? അത് തന്നെയല്ലേ പറയാൻ പോണത്. അത് മുൻകൂട്ടി ഉൾക്കൊണ്ടതാ. പ്രഭാര, എന്റെ ശോഭമൊക്കെ എന്ത് പറ്റി? മഹാദേവ, എന്റെ മോക്ക് എന്ത് സംഭവിച്ചു? ശോഭ ഇനി ഒരിക്കലും പ്രസവിക്കില്ല. ആ പ്രസവത്തോടുകൂടി ശോഭയുടെ ഗർഭപാത്രം അടിച്ചുപോയി. ബൾബ് അടിച്ചുപോയി, ട്യൂബ് അടിച്ചുപോയി, പേഴ്സ് അടിച്ചുപോയി എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഗർഭപാത്രം അടിച്ചുപോയി ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ്. മഹാദേവൻ ഉദ്ദേശിക്കുന്നത് വല്ല അലൂമിനിയ പാത്രത്തെ കുറിച്ചാണോ? സ്വന്തം ഭാര്യയുടെ ഗർഭപാത്രം അടിച്ചുപോയ കാര്യം പറയുമ്പം ചങ്കിക്കൊള്ളുന്ന വർത്താനം പറയരുത്. ഒരാൾ വിഷമിച്ചിരിക്കുമ്പം അയാളെ സമാധാനിപ്പിക്കാന്നുള്ളല്ലാതെ കൂടുതൽ വിഷമിപ്പിക്കാണോ വേണ്ടത്? അല്ല, ഞാൻ ഉദ്ദേശിച്ചത് അയാളൊരു ഉദ്ദേശം. എല്ലാം സഹിക്കാനുള്ള ശക്തി നീ സംഭരിച്ചോ? ഇനി അടുത്ത പ്ലാൻ നോക്കാം. ഇതെന്താണെന്ന് മനസ്സിലായോ? കൊടുവാളായിരിക്കും. അല്ലാതെ പിന്നെ ചെവിത്തോണ്ടി കൊടുത്ത് സാധനം എടുത്ത് കാണിച്ചിട്ട് എന്താന്ന് വെച്ചാ പിന്നെ എന്തോ പറയാനാ? ഇത് കത്തിയാണെന്ന് മനസ്സിലായല്ലോ. ഇതെന്താണെന്ന് മനസ്സിലായോ? നഖം വെട്ടാനായിരിക്കും. നിന്നെയൊക്കെ കുത്തി മലർത്താം. അയ്യോ, കുത്തിയോ? കത്തി. എന്താ പ്രശ്നം? എന്താണെന്ന് മനസ്സിലായില്ലല്ലേ? ബാലഗോപാലനെ കൊണ്ടുവന്നത് ആരാണ്? തനിക്കൊന്നും അറിയില്ലല്ലേ? എന്നാ കേട്ടോ, ബാലഗോപാലൻ എല്ലാം എന്നോട് പറഞ്ഞു. ഒരു കാര്യം താൻ മനസ്സിലാക്കിക്കൂ, അച്ചുവേട്ടന് വേണ്ടി താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണിരിക്കുകയാണ്. അയ്യോ, അളിയൻ കുഴിയിൽ വീണോ? കൈക്കാണോ കാലിലാണോ പരിക്ക് പറ്റിയത്? അതോ ചത്തു? ഒരു കാര്യം നിങ്ങൾ ഓർത്തോ, ബാലഗോപാലനെ കൊണ്ട് അച്ചുവേട്ടനോട് ഇനി ശോഭ മരിച്ചു എന്ന് പറയിപ്പിക്കാനാണ് ഭാവമെങ്കിൽ അത് നടപ്പില്ല. മറിച്ച് സംഭവിച്ചാൽ ആദ്യം ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് നിങ്ങളൊക്കെ ആയിരിക്കും. അതിന്റെ മുന്നോടിയാണ് ഇന്നു മുതൽ നീ ബാലഗോപാലനെ എണ്ണ തേപ്പിക്കാൻ നോക്കണ്ട. മനസ്സിലായില്ലേ? അവൻ മഹാദേവനാണ്, അച്ചുവേട്ടന്റെ മരുമകൻ. മനസ്സിലായോ? ചെകുത്താന്റെയും കടലിന്റെയും നടുക്കായ പോലെ ഇപ്പൊ അവൻ സ്വന്തം മരുമകനുമായി. നോക്കിക്കോ, അവസാനം അളിയൻ സ്വത്തുക്കൾ മുഴുവൻ അവന്റെയും ഈ മേനോന്റെയും പേരിൽ എഴുതി വെച്ച് കൊടുക്കും. അതൊക്കെ പള്ളിയിൽ ചെന്ന് പറഞ്ഞാ മതി. എന്നാ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. എങ്കിൽ പിന്നെ സ്വത്ത് മുഴുവൻ അവൻ കൊണ്ടുപോകുന്നത് നല്ലത് അല്ലേ അച്ഛാ? ഞാൻ ആലോചിച്ചിട്ട് ഒറ്റ വഴിയേ ഉള്ളൂ. പെരുവഴിയായിരിക്കും. അച്ഛന്റെ ഒടുക്കത്തെ ഒരു നാക്ക്. എന്തൊക്കെ സംഭവിച്ചാലും ശരി, ഞാൻ എല്ലാ വിവരങ്ങളും വല്യമ്മാവനോട് തുറന്ന് പറയാൻ പോവുകയാണ്. വല്യമ്മാവ, ഞാൻ പറയാൻ പോകുന്ന സത്യം കേട്ട് വല്യമ്മാവൻ ഞെട്ടരുത് എന്ന് ഞാൻ പറയുന്നില്ല. വല്യമ്മാവൻ ഞെട്ടും. ചേലക്കാതെ കാര്യം പറയടാ. രാത്രിയെന്നോ പകലെന്നോ ഭേദമില്ലാതെ വല്യമ്മാവൻ നിരന്തരം സ്നേഹിച്ചുകൊണ്ടിരുന്നിട്ടും വല്യമ്മാവനോട് സ്നേഹം നടിക്കുക മാത്രം ചെയ്യുന്ന ആ കശ്മലൻ, അവൻ വല്യമ്മാവന്റെ മരുമകനെയല്ല. വല്യമ്മാവ, ആരാടാ നിന്നെ കൊണ്ട് ഇത് പറയിപ്പിച്ചേ? എല്ലാവരോടും കൂടെ പറയാ, മേലാൽ ഇത്തരം പദ്ധതികൾ ഉണ്ടാക്കി എന്റെ മരുമോനെ ഇവിടെ നിന്ന് ഇറക്കി വിടാനാണ് ഭാവമെങ്കിൽ ആദ്യം പോകേണ്ടി വരുന്നത് നിങ്ങളായിരിക്കും. ആ
ചേട്ടായി തുടക്കത്തിലെ കുറച്ച് ഓവറായിരുന്നോ എന്നൊരു സംശയം. വാ. ആ ദുഷ്ടം വല്യമ്മാവൻ ആ ബേസിലെ എല്ലാ സ്റ്റാഫിന്റെയും മുമ്പിൽ വെച്ച് എന്റെ കയ്യിൽ നിന്ന് കീ വാങ്ങി അത്തണ്ടിക്ക് കൊടുത്തപ്പോ എന്റെ ഹൃദയം പൊട്ടിപ്പോയടാ. പൊട്ടിപ്പോയി. കഷ്ടമായി പോയി. നീയാണോ ഇതിനൊക്കെ കാരണം? നിനക്ക് അവളെ തിരിച്ചു തരാൻ പറ്റുമോ? അതെ. സ്റ്റെല്ലേ, ആ താക്കോലിനോടൊപ്പം എനിക്ക് നഷ്ടപ്പെട്ടത് എന്റെ സ്റ്റെല്ലേയും കൂടിയാണ്ടാ. നിനക്കറിയോ, ഒരു സ്പൂണിനെ പോലെയാണ് അവളിപ്പോ എന്നെ കാണുന്നത്. സ്പൂണല്ല, പ്യൂൺ. പ്യൂണോ? ചേട്ടായി ചേട്ടായി വിഷമിക്കണ്ട, ചേട്ടായിക്ക് ഞാനുണ്ട്. ചേട്ടായിയോ? ആരാടാ ചേട്ടായി? അമ്മയുടെ ചേച്ചിയുടെ മോനെ പിന്നെ ചേട്ടാന്നല്ല അച്ഛാന്ന് വിളിക്കാൻ പറ്റുമോ? അച്ഛാന്ന് വിളിക്കാനും നീ മടിക്കില്ലടാ. അവനെ ഒതുക്കാൻ എന്താ ഒരു വഴി? വഴിയുണ്ട്. ഇരുട്ടടി. ഐ. കാണാൻ നല്ല രസമുണ്ട് ചേട്ടായി. വല്യച്ഛൻ, ഈ വല്യച്ഛന് പുഴുക്കടി മാത്രമല്ല രാത്രി സഞ്ചാരം ഉണ്ടാ. ഈ അച്ഛനത്തിന് ഇപ്പൊ ഇങ്ങോട്ട് വന്നു തല്ലു ഉള്ളുവോ? വല്യച്ഛനെ തല്ലാൻ പറഞ്ഞില്ലായിരുന്നല്ലോ, നീ പറഞ്ഞു. എന്താ തെണ്ടി? എന്റെ അച്ഛനെ അവന്മാർ തല്ലുന്നേ. ഓ, നിന്റെ അച്ഛനെയാണോ തല്ലുന്നത്? അച്ഛനെ തല്ലുമ്പോ മോൻ സർക്കസ് കാണിക്കണ. വാമത്തനോ? വല്യച്ഛ, അയ്യോ ചട്ടി. വല്യച്ഛ, വല്യച്ഛ. എന്താ ഈ കാണിക്കുന്ന? ഇതെന്റെ അച്ഛനാ. പറഞ്ഞ അടിക്കാൻ ഞാൻ പറഞ്ഞു വിട്ടു. നമ്മൾ അടിക്കാൻ വേണ്ടി അടിക്കടാ. ആ ബാലഗോപാലൻ തെണ്ടിയ സ്ഥലം ഞങ്ങൾ ഏർപ്പാട് ചെയ്താ ഇവര്. നിനക്ക് നേരത്തെ പറഞ്ഞുകൂടായിരുന്നോ? പറയാൻ സമയം കിട്ടിയില്ല. എല്ലാം പെട്ടെന്നായിരുന്നു. വല്യച്ഛ, ഇവിടെ കുറെ കൊലകൾ നടക്കും. ബാലുവാ, ബാലഗോപാലിനെ തല്ലുന്നെന്ന് കേട്ടപ്പോ ഞങ്ങളെല്ലാം സ്വയം മറന്ന് ഇവിടെ എത്തിയതാ. പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചില്ലല്ലോ. തക്ക സമയത്ത് നിങ്ങളല്ല എത്തിയത് കൊണ്ട് പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചില്ല. താങ്ക്സ്.
ഇത് ഇരുട്ടടിക്കുള്ള വെറും ഒരു സാമ്പിൾ മാത്രം. വരട്ടെ. ബൈ വല്യച്ഛ. സാരമില്ലടാ മക്കളെ. എടാ തന്തേ മറന്ന് ചെയ്താ ഇങ്ങനെയൊക്കെ ഇരിക്കും. വാ. ഒരു കഷ്ണം കൂടി ഇടട്ടെ? ഇട്ടോ ഇട്ടോ. നിന്നോടല്ല, ഇടട്ടെ മഹാദേവ. വേണ്ട വേണ്ട. എന്നാ പിന്നെ ബ്രെഡ് പാലിനകത്ത് മുക്കി കഴിക്കേ. അയ്യോ വേണ്ട. എന്നാ പാല് മാത്രം തരട്ടെ? വയറ്റിന് സുഖമില്ലാത്തോണ്ടാ. എന്നാൽ പിന്നെ പങ്കജ കസ്തൂരി കലക്കി തരട്ടെ ബാലഗോപാല. ബാലഗോപാലൻ ഞാൻ പാട്ടുപാടിയതാ. ബാലഗോപാലനെ എണ്ണ തേപ്പിക്കും പാടേടി. മതി മതി, ഇപ്പൊ എണ്ണ തേപ്പിക്കണ്ട, ഊണ് കഴിച്ചാ മതി. ശോഭമോള് വരുന്നു പറഞ്ഞപ്പോ തൊട്ട് കാണാനങ്ങ് കൊതിയാകുന്നു. സുഭദ്ര പറയാ വല്യേട്ടന്റെ ചായ തന്നെ ആയിരിക്കുമെന്ന്. അതിപ്പോ മക്കൾക്ക് അച്ഛന്റെ ചായ ഉണ്ടാവുക പറയുന്നത് പുതിയ കാര്യമൊന്നുമല്ലല്ലോ. അത് നേരാ. അല്ല, ശോഭമോടെ ഫോട്ടോ ഒന്നുമില്ലേ മഹാദേവ കയ്യില്? കുടി കുടി, വെള്ളം കുടി, വെള്ളം കുടി. വെള്ളം വേണ്ട, വെള്ളം വേണ്ട. അതെ അതെ, ഈ ഫോട്ടോയുടെ കാര്യം ഞാനും മഹാദേവനോട് ചോദിക്കണ്ടായി. അപ്പൊ മഹാദേവൻ പറയുന്നത് ഈ ഫോട്ടോ എടുക്കുക, അത് സൂക്ഷിച്ചു വെക്കുക എന്നൊക്കെ പറയുന്നത് സ്നേഹക്കുറവിന് കാരണമാവുന്നതാണ്. ഓരോ വിശ്വാസങ്ങള്. അതെ, എന്റെ അമ്മ കാരണമാണ് എന്റെ അച്ഛൻ മരിച്ചത്. അമ്മയുടെ ലോക്കറ്റിനുള്ളിൽ അച്ഛന്റെ ഫോട്ടോ കെട്ടി തൂക്കിയിട്ടിരുന്നു. എടോ മേനോനെ, ഇത്ര വയസ്സായിട്ടും എന്റെ ചക്രമുത്തിന്റെ ഫോട്ടോ ഞാൻ എന്റെ മണിപ്പേൽ സൂക്ഷിച്ചു വെച്ചിരിക്കുക. ഞങ്ങളുടെ സ്നേഹം ഇതുവരെ കൂടുതലല്ലാതെ ഒട്ടും കുറഞ്ഞിട്ടില്ല. അതെ, ഇതൊക്കെ വിശ്വസിക്കാൻ എന്റെ അളിയൻ അത്ര മണ്ടനൊന്നും അല്ല. ഇനിയിപ്പോ ഫോട്ടോ ഒക്കെ എന്തിനാ? നാളത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയാമല്ലോ. അയ്യോ, വല്യച്ഛന് പുഴുക്കടി തുടങ്ങിയിട്ട് 7 കൊല്ലം തകന ദോശ. അയ്യേ, നാളെ ഏപ്രിൽ 28. മറന്നോ എല്ലാരും? എന്റെ ശോഭമോള് വരുന്ന ദിവസമാ. നാളെ ഇനി പെണ്ണിനെ കൊണ്ടുവന്നില്ലെങ്കിൽ ആ മനുഷ്യനോട് എന്ത് സമാധാനം പറയും? ബാലു, എവിടുന്നെങ്കിലും ഞാനൊരു പെണ്ണിനെ അടിച്ചോണ്ട് വന്നാലോ എന്നാണ് ആലോചിക്കുന്നത്. അയ്യേ, മൂത്ത് നരച്ചല്ലോ. ഇനി നിങ്ങൾക്ക് നാണമില്ലേ പെണ്ണിനെ അടിച്ചോണ്ട് വരുമെന്ന് പറയാൻ? അടിച്ചോണ്ട് വരിക എന്ന് പറഞ്ഞാൽ എവിടുന്നെങ്കിലും നാടകത്തിൽ നിന്നൊരു പെണ്ണിനെ കൂട്ടിക്കൊണ്ട് വരിക എന്നുള്ള അർത്ഥത്തിലാണ്. മേനോൻ സാറേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഈ നാടകത്തിൽ നിന്ന് സിനിമയിൽ നിന്നൊക്കെ പെണ്ണുങ്ങളെ കൊണ്ടുവരിക, അവളുമാരോട് അഭിനയിക്കുക, ഇതൊന്നും എന്നെ കിട്ടത്തില്ല. എന്നാ പിന്നെ താൻ തന്നെ പരിഹാരം പറ. ഇനി ഒരൊറ്റ വഴിയേ ഉള്ളൂ. എന്താ? നടന്നതെല്ലാം അച്യുതൻ നായരോട് നാളെ തന്നെ തുറന്നു പറയുക. ഒരു പരിഹാരം കൊണ്ടുവന്നു. ഇന്നല്ലെങ്കിൽ നാളെ അത് പറഞ്ഞേ പറ്റൂ. അത് എത്രയും പെട്ടെന്നാകുന്നതാണ് നല്ലത്. മാത്രവുമല്ല, ഇപ്പൊ അങ്ങയുടെ ആരോഗ്യനില വളരെ ബെറ്റർ ആയിരിക്കുന്ന സമയമാണ്. അയ്യോ, ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ എന്റെ ബാലു. ഇനി ഒന്നും ആലോചിക്കാനില്ല എന്റെ സാറേ. നാളെ എല്ലാം തുറന്നു പറഞ്ഞ് ഞാൻ എന്റെ പാട് നോക്കാൻ പോകും. ആ മേനോനുണ്ടെന്നുള്ള ധൈര്യത്തിലാണ് അവൻ ഈ കളിയെല്ലാം കളിച്ചത്. നാളെ തന്നെ അവനും മേനോനും കള്ളന്മാരാണെന്ന് അറിയുമ്പോ അവരുടെ കഥ കഴിയും. അവരെ അളിയൻ ഇവിടുന്ന് അടിച്ചിറക്കുമ്പോ നമുക്ക് പടക്കം പൊട്ടിക്കടാ മോനെ. അച്ഛാ, പടക്കം പൊട്ടിക്കുന്നതിനോടൊപ്പം ആ മേനോനിട്ട് 2 പൊട്ടിക്കാൻ അച്ഛൻ എന്നെ അനുവദിക്കണം. നീ പൊട്ടിച്ചോടാ. ആലോചന, ആലോചന. വല്യച്ഛ, ആലോചന. എന്താണ് ഗൂഢാലോചന. അവരാള് ചില്ലറക്കാരല്ല. നാളെ ഏതെങ്കിലും നാടക കമ്പനിയിൽ നിന്ന് ഒരു പെണ്ണിനെ കൊണ്ടുവന്ന് വല്യമ്മാവന്റെ മോളാണെന്ന് പറയിക്കാനാണ് അവരുടെ ശ്രമം. ആ നാറിയ മേനോനാണ് ഇതിന്റെ ഈ മെയിൻ സ്വിച്ച്. അച്ഛാ, ആ മെയിൻ സ്വിച്ച് നമുക്ക്